നമസ്കാരം. നോ എഡിറ്റിലേക്ക് സ്വാഗതം. 3 ദിവസമായി അവൻ ഭക്ഷണം കഴിച്ചിട്ട്, നിനക്ക് വേണ്ടിയല്ലേ മകനെ ഞാൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്, പിന്നെ നീ കഴിച്ചില്ല എന്ന് പറയുമ്പോൾ ഈ പ്രായത്തിൽ ഞാൻ ആ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടത് നീ ഭക്ഷണം കഴിക്കാനല്ലേ? ഹൃദയം പൊട്ടി ഒരച്ഛൻ പറഞ്ഞ വാക്കുകളാണിത്. പൂക്കോട് വെറ്റിനറി കോളേജിൽ അതിക്രൂരമായ ആക്രമണത്തിനും അപമാനത്തിനും ഇരയായ ശേഷം കൊല്ലപ്പെട്ട സിദ്ധാർത്ഥിന്റെ അച്ഛന്റെ നിലവിളിയാണ്. റാഗിങ്ങിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത സിദ്ധാർത്ഥ് എന്നായിരുന്നു വാർത്തകൾ. എന്നാൽ ഇതൊരു റാഗിംഗ് എന്ന് ഓമനപ്പേരിട്ട് വിളിക്കേണ്ട സംഭവമല്ല നടന്നത്. 2ാം വർഷ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥ് ഈ മാർച്ച് മാസത്തിൽ റാഗ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? റാഗിംഗ് എന്ന് പറയുന്ന പരിപാടി 1998 കേരളത്തിൽ നിരോധിച്ചു. കേരള നിയമസഭ 1998 കേരള റാഗിംഗ് നിരോധന നിയമം കൊണ്ടുവന്നു. പക്ഷേ ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത് റാഗിംഗ് അല്ല, കൃത്യമായ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്ന് തന്നെ പറയേണ്ടി വരും. അതിക്രൂരമായ ആൾക്കൂട്ട പരസ്യ വിചാരണയുടെ ഇരയാണ് സിദ്ധാർത്ഥ്. ഫെബ്രുവരി 12 മുതൽ 18 വരെ പൂക്കോട് കോളേജിൽ നടന്ന സംഭവങ്ങൾ ഇപ്രകാരമാണ്. വാലന്റൈൻസ് ഡേ പരിപാടിയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയതാണ് പ്രശ്നങ്ങൾ. സിദ്ധാർത്ഥിന്റെ ഭാഗത്തു നിന്നും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായതായി ഒരു പെൺകുട്ടി ആരോപിക്കുന്നു. തുടർന്ന് ആൾക്കൂട്ട വിചാരണ നടക്കുന്നു. വെറ്റിനറി കോളേജ് ഹോസ്റ്റൽ, കോളേജിന് സമീപമുള്ള കുന്നിൻ പ്രദേശം, ഹോസ്റ്റലിന്റെ നടുമുറ്റം, ഡോർമെട്രി എന്നിവിടങ്ങളിൽ വെച്ചാണ് സിദ്ധാർത്ഥിനെ മർദ്ദിച്ചതെന്നാണ് കോളേജിലെ റാഗിംഗ് വിരുദ്ധ സ്ക്വാഡിന്റെ അന്വേഷണത്തിലെ കണ്ടെത്തൽ. ബെൽറ്റ് കൊണ്ട് ഒട്ടേറെ തവണ അവനെ മർദ്ദിച്ചു, ചവിട്ടി താഴെയിട്ടു. ഡോർമെട്രിയിലെ കട്ടിലിൽ ഇരുന്നപ്പോൾ അവിടെ വെച്ച് മർദ്ദിച്ചു. മുറിക്കകത്ത് കിടന്നുറങ്ങുകയായിരുന്ന വിദ്യാർത്ഥിയെ വിളിച്ചുണർത്തി ഇങ്ങനെയായിരിക്കും സംഭവിക്കുക എന്ന് ഭീഷണിപ്പെടുത്തി. അതിദാരുണമായാണ് സിദ്ധാർത്ഥിനെ SFI നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ആക്രമിച്ചത്. 3 ദിവസം മർദ്ദനം നേരിട്ടിട്ടില്ലെന്നും മുറിയിൽ പൂട്ടിയിട്ടു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വെറും ആക്ഷേപം മാത്രമാണെന്നും കോളേജിലെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ പറയുന്നു. ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ ആണെന്ന് പറയാൻ കാരണങ്ങൾ നിരവധിയാണ്. റാഗിംഗ് എന്ന പരിപാടി കേരളത്തിൽ നിരോധിച്ച കാര്യമൊന്നും SFIയുടെ ഉരുക്കുകോട്ടയായ പൂക്കോട് ക്യാമ്പസ് അറിഞ്ഞിട്ടില്ല. വിദ്യാർത്ഥികളെ റാഗ് ചെയ്യുന്ന രീതി ഇപ്പോഴും അതിന്റെ എല്ലാ വന്യതയോടും കൂടി നിലനിൽക്കുന്ന ഇടമാണ് ഈ ക്യാമ്പസ്. ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഈ റാഗിങ്ങിന്മേലുള്ള പരാതിയുമായി അധ്യാപകരെ സമീപിച്ചാൽ അതൊരു തമാശയല്ലേ എന്ന മട്ടിലാണ് അധ്യാപകർ ഈ വിഷയം കൈകാര്യം ചെയ്യുക. വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുടെ കൊള്ളരുതായ്മകളെ കണ്ണടച്ചു വിടുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇവിടെ അധ്യാപകരുടെ ഭാഗത്തു നിന്നുമുള്ളത്. അതുകൊണ്ടാണ് അതിക്രൂരമായി സിദ്ധാർത്ഥ് വേട്ടയാടപ്പെട്ടപ്പോൾ ആ കോളേജും അവിടെയുള്ള അധ്യാപകരും നിസ്സംഗരായി നിന്നത്. ഇനി സിദ്ധാർത്ഥിന് നീതി ലഭിക്കണമെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ജീവിക്കാനും പഠിക്കാനുമുള്ള അവകാശത്തെ തല്ലിക്കെടുത്തിയ ശേഷം സിദ്ധാർത്ഥിന് ഇനി എന്ത് നീതിയാണ് ലഭിക്കേണ്ടത്?